എന്താടാ ക്ലാസ് കയറിയില്ലേ? ഇല്ല. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ? അല്ലെങ്കിൽ ഇവന്മാരെ ക്ലാസ്സിൽ കയറത്തൊന്നുമില്ല. കോളേജ് പറഞ്ഞ 2-3 മാസം എപ്പം നോക്കിയാലും ഈ മരച്ചോട്ടിലോ ക്യാൻറ്റീനിലോ എവിടെയെങ്കിലും പെമ്പിളരെ നോക്കി ചുറ്റിയടിച്ച് നടപ്പാ. ഏത് ബാച്ചാടാ? BSc മാത്സ്. നിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തല്ലേ? പിന്നെന്താടാ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? എടാ ചോദിച്ചു കേട്ടില്ലേ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണേന്ന്? ചുമ്മാ ഇവിടെ നിന്ന് വന്ന് കറങ്ങല മക്കളെ. പിന്നെ ഇവിടെ നിന്നല്ല ഒരിടത്തൊന്നിരുന്ന് കറങ്ങാൻ പോലും പറ്റില്ല. എന്താടാ പേര്? രൂപേഷ്. നിന്റെയോ? ടോമി. കാശ് വല്ലതും കയ്യിലിരിപ്പുണ്ടോടാ? ഇതെന്താടാ കാശല്ലേ? അത് ലഞ്ചിനുള്ളതാ. ഒരു നേരം ഒന്നും തിന്നില്ലാന്ന് വെച്ച് ചത്തുപോകത്തൊന്നുമില്ല. വെറുതെ സമയം കളയാതെ ചെന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ നോക്കടാ. പോടാ പോടാ പോടാ. എന്താടാ? അവൻ രൂപേഷിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയി. വിട്ടി കളഞ്ഞ് പിടിച്ചൊന്ന് പൊട്ടിക്കായിരുന്നില്ലേ? എന്തിനാ വെറുതെ അലമ്പുണ്ടാക്കണേ? അതിന് അലമ്പുണ്ടാക്കിയത് അവനല്ലേ? അവരൊക്കെ ഇവിടുത്തെ സീനിയേഴ്സ് അല്ലേ? ജൂനിയേഴ്സായി നമ്മൾ ചിലതൊക്കെ കണ്ടില്ലാന്ന് വെക്കണം. ഇവിടെ ആരും ആരുടെയും സീനിയേഴ്സ് അല്ല. ചങ്കൂറ്റുണ്ടെങ്കിൽ എവിടെയും സീനിയറാ. അല്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം എന്റെ കൈ വന്നവൻ ചിക്കും. അന്ന് അവന് ശരിക്കും മനസ്സിലാകും സീനിയറും ജൂനിയറും തമ്മിലുള്ള വ്യത്യാസം. വൃത്തികെട്ടവൻ. ഇന്ന് രാവിലെ എത്തി. നെക്സ്റ്റ് മാർച്ച് റിട്ടയർമെന്റാ. അതിന്റെ ഒരു ടെൻഷനാ. ഞാൻ ചെന്ന് കണ്ടപ്പോ പകുതി സമാധാനായി. നല്ല ഒന്നാന്തരം ചെമ്മീൻ ഫ്രൈ ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്ക്. ഇതൊക്കെ കഴിക്കാമെങ്കിൽ പിന്നെ പല്ലിയും പാറ്റയും ചെലന്തിയും ഒക്കെ കഴിച്ചൂടെ? പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്ക്, അപ്പൊ അറിയാൻ ടേസ്റ്റ് എന്താന്ന്. ഇതെന്ത് പറ്റി? സാധാരണ തിരിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. അവളല്ലേ ആള്. ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. എത്ര നാളായാലും ഇവൻ ഇങ്ങനെ ഒലിപ്പിച്ചിരിക്കത്തേ ഉള്ളൂ. അതങ്ങനെയാ. ഇവനോടൊന്ന് നേരിട്ട് മുട്ടാൻ പറഞ്ഞ അവന്റെ കൈയും കാലും വിറയ്ക്കും. അറ്റ്ലീസ്റ്റ് അവളൊന്ന് നോക്കിയിട്ട് വേണ്ട എന്തെങ്കിലും ഒന്ന് ശരിയാവൻ. മോനെ രൂപേഷേ, നീ വിചാരിക്കുന്ന പോലെ അവള് വെറും ഒരു കൊതുമ്പ് വെള്ളമല്ലടാ. നല്ല ഒന്നാം തരം ടൈറ്റാനിക് കപ്പല. അതെടുക്കണമെങ്കിൽ സദാം ടണിലോ അറ്റ്ലാന്റയിലോ തന്നെ പോണം. +2 മുതലേ അവളെ എനിക്കറിയാം. ഒരുപാട് പേര് നോക്കിയതാണ് മോനെ. എന്തിന് 2 കൊല്ലം പുറകെ നടന്നിട്ട് എനിക്ക് കിട്ടിയത് ജസ്റ്റ് പാസ് +2 സർട്ടിഫിക്കറ്റ്. അവക്കോ ഡിസ്റ്റിങ്ഷൻ. ഉമ്മാടെ മാലയെന്ന് കണ്ണി അടർത്തിയാ അവിടെ കൂടെ നടന്ന് പെമ്പിള്ളേർക്ക് ഐസ്ക്രീം കിക്കാറ്റ് വാങ്ങിച്ചു കൊടുത്തത്. അന്ന് ഞാൻ മനസ്സിലാക്കി പ്രേമം എന്നത് ചെലവുകളാൽ ചുറ്റപ്പെട്ട വികാരങ്ങളുടെ ഒരു വൻ കടലാണ്. കണ്ടോ ഇപ്പോൾ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവനേതോ സ്വർഗ്ഗലോകത്തിലാണെന്നാണ് അവന്റെ വിചാരം. നോക്കിക്കോ, അവന്റെ അരഞ്ഞാണം വരെ അവളുമാരെ അടിച്ചോണ്ട് പോകും. അതുകൊണ്ട് മോനെ, അവനവൻ ഇടാൻ പറ്റുന്ന ജെട്ടിയിട്ട് വെല്ലുപ്പാപ്പാന്റെ ജെട്ടിയിട്ടാ അത് ഊരിപ്പോ. അതൊക്കെ പോട്ടെ. എടാ ഫിറോസേ, നിനക്ക് ഇപ്പൊ അവളോട് എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഉമ്മോ, അവിടെ പേര് കേൾക്കുമ്പോഴേ എന്റെ പോക്കറ്റ് കാലിയാ. അതുകൊണ്ട് എന്നെ വിട്ടേരും മോനെ, എനിക്കൊന്നുമില്ലേ. ഓക്കെ, അപ്പൊ നീ വിട്ടു. ഇനി ഞങ്ങളുടെ ചാൻസ്. അതിന് നിന്റെ കംപ്ലീറ്റ് ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. ദേ, ഇവനാണെങ്കിൽ അവളെ കണ്ട അന്ന് ഒരു ഊണും ഇല്ല, ഉറക്കവും ഇല്ല. നീയല്ലേ പറഞ്ഞ അവള് വളയത്തില്ല എന്ന്? നമുക്കെല്ലാരും കൂടെ അവളെ വളച്ചൊതുക്കി ഇവന്റെ കൈ കൊടുക്കണം. കൈ തരാം, പക്ഷെ ചെലവുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു നമ്പർ 1 3-star ഹോട്ടലിൽ നിന്ന് ഒരു അടിപൊളി ഡിന്നർ വിത്ത് ഷാമ്പെയിൻ. ഓക്കെടാ, ഞാൻ ഇപ്പോഴേ റെഡി. ഓക്കെടാ.
ആയിരിക്കുന്നു കാണിച്ചേ. ആ അതെ. ഇപ്പോഴോ? ശരിയാവില്ല. എടാ അവിടെ ഒറ്റക്കെട്ടെ ചെന്ന് മുട്ടടാ തെണ്ടി. എന്നാ നീ ഇവിടെ വാ. നിനക്കല്ലേ അവളോട് പ്രേമം, നീ തനിച്ച് പോയാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇങ്ങനെ മടിച്ച് നിന്നാ അവളെ വേറെ ആമ്പിളരെ അടിച്ചോണ്ട് പോകും. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്നില്ല. അതുകൊണ്ട് ചെല്ലടാ, ചെന്ന് മുട്ട്. സോറി. താക്കോല് തമ്മോളെ. മമ്മിയുടെ കയ്യിലല്ലേ? അത് ശരി, ഞാൻ നേരത്തെ തന്നില്ലേ? അകത്തെവിടെ വെച്ച് മറന്നാണ്. എക്സ്ക്യൂസ് മീ, കീ മറന്നു വെച്ചു അല്ലേ? ഇതാ. താങ്ക് യു. 1 സെക്കൻഡ്. ക്രൈസ്റ്റ് കോളേജിലല്ലേ? അതെ, എന്താ? ഞങ്ങളും അതേ കോളേജിലാ. ഓ, ഐ എം രൂപേഷ്, ഇതെന്റെ ഫ്രണ്ട് ടോമി. നിങ്ങൾ ഏതാ സബ്ജക്റ്റ്? BSc മാത്സ്. ഓ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തല്ലേ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആണോ? മമ്മി വെയിറ്റ് ചെയ്യുന്നു. സെയിം കോളേജ്. ഓക്കെ. എന്തോ അതിനുള്ള കഴിവുണ്ടാക്കും. അതൊരു പെണ്ണു വേണ്ടി. മതി മതി, വാ പോവാം. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി? നീ ചാന്ത് പൊട്ടിനെയും കൂടെ കൊണ്ട് നടന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. നീ വാടി മോളെ, കോളേജിലോട്ട് വാ. ഫിറോസ് പ്ലീസ്, ദയവ് ചെയ്തത് ആരോടും പറയരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാങ്ങിനോട് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഓക്കെ ഓക്കെ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഒരു കണ്ടീഷനും, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം. അതൊന്നും പറ്റില്ല. നീ മിണ്ടാതിരി. ഫിറോസ്, നീ പറ. നിങ്ങൾ പറയണ ഏത് കണ്ടീഷനും ഞങ്ങൾ അനുസരിക്കാം. ഉറപ്പാണോ? ഉറപ്പാ. ദേ ഇവന് നമ്മുടെ രൂപേഷിന് നാൻസിയോടൊരു ഇഷ്ടമെന്ന് വെച്ചാ കുറച്ച് വലിയ ഇഷ്ടമാണെന്ന് വെച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെയും രൂപേഷും നാൻസിയും തമ്മിൽ അടിക്കണം. അല്ല, തമ്മിൽ അടുക്കണം എന്ന് വെച്ചാൽ നാൻസി രൂപേഷിനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടണം. ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല ആനച്ചക്ക കാര്യമാണെന്ന്. അല്ലേലും അവളെ എവിടെയും ഒന്ന് കുറുക്കണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് ആലോചിക്കാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം, രൂപേഷിന് ഇത് അവളോട് നേരിട്ട് പറഞ്ഞാ പോരെ? അതിപ്പോ അങ്ങനെ പറഞ്ഞ ചിലപ്പോ ഒറ്റയടിക്ക് നാൻസി നോ പറഞ്ഞാലോ? അത് ഇവനെ സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വളരെ നാച്ചുറൽ ആയിട്ട് വേണം അടുക്കാൻ. അതിന് ആകിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. അപ്പൊ കാര്യം പിടിയില്ലോ. ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നാൻസിയുടെ പുതിയ ഫോൺ നമ്പർ നിന്റെ അവളുടെ പഴയ ഫോൺ നമ്പർ അല്ലേ, അത് വിളിച്ചാൽ മതി. ആ നമ്പർ ഞാൻ വിളിച്ചു, പക്ഷെ അവളുടെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പൊ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നും രാത്രി ഒരു 10-10:30 ആവുമ്പോ എന്റെ ഫോണിലേക്ക് ഒരേ മിസ് കോൾ. അയ്യോ 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 അയ്യോ, എന്ത് ചെയ്യാനാ? ഈ ലേഡീസ് ഫാൻസിന്റെ ശല്യം കാരണം ഞാൻ എങ്ങനെ ജീവിക്കാനാ?